കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി കറിയാണ് പോത്തിറച്ചി ചക്കക്കുരു പെരട്ട്. അതിനുവേണ്ടി ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെളിച്ചെണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വേപ്പിലയും ചേർക്കും. ഇങ്ങനെ ഇത് ആദ്യം ചേർക്കുമ്പോൾ നല്ല മണം ഉണ്ടാകും കറിക്ക്. ഇതെല്ലാം ഒന്ന് ഒന്ന് വാടിയതിന് ശേഷം 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മസാല ചേർക്കാം. 2.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വാടിയതിന് ശേഷം 2 ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ബീഫ് ചേർക്കാം. ഒരു 3/4 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ ഒരു വിസിലും ഒരു 5 മിനിറ്റും വെക്കാം നമുക്ക്. കാര്യം ചക്കക്കുരു ചേർത്തിട്ടില്ല, അതിൽ ചക്കക്കുരു ഇളയതായതുകൊണ്ട് കലങ്ങി പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ചേർത്തിട്ടില്ല. അപ്പോൾ ചെറിയ വേവായിട്ടുണ്ട്. കുക്കർ തുറന്ന് നമുക്ക് ഇതിനകത്തേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു മാത്രമല്ല ഇതിനോട് ചേർക്കുന്ന പച്ചമുളക് ഇപ്പോഴാണ് ഇടുന്നത്. പച്ചമുളക് ഈ സമയത്ത് ഇട്ടാൽ നല്ല രുചിയായിരിക്കും. പച്ചമുളകിന് പ്രത്യേക രുചി ഈ സമയത്ത് ഇട്ടാൽ കിട്ടും. അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനകത്തേക്ക് ചക്കക്കുരു ചേർത്ത് പുതിന, മല്ലി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അതിനുശേഷം കുക്കർ മൂടി വീണ്ടും ഒരു വിസിലും 10 മിനിറ്റ് ആകുന്നത് വരെ നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇതെല്ലാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് വേണം മൂടാനായിട്ട് കുക്കർ. ഇനി നമുക്ക് കുക്കർ തുറന്നു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. നല്ല പുട്ടിനും ഇടിയപ്പവും നെയ്ച്ചോറ് എന്തിനും കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.